കുട്ടികളുള്ളതല്ലേ? ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, അത് വേണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്തടുത്ത് താമസിക്കുന്നവരല്ലേ, പരസ്പരം ഇങ്ങനെയൊക്കെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ചേച്ചി? ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കും നിങ്ങള്. പിന്നൊരു ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചോളാം. വേണ്ടെന്ന് മാത്രം പറയരുത്. കഴിക്കാനുള്ള സമയമായില്ലേ? കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവും. നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കെ. ശരി. പത്മ, വിളമ്പി കൊടുക്ക്. ആ, മേടയിലെ നൂൽപ്പാലം അത് പിഴയ്ക്കാതെ കടക്കണ്ടയോ? താഴെയൊരു കോണിലുള്ള നിലവറപ്പൂട്ട് തുറക്കണ്ടയോ? കീഴറ തുറന്നാലോ 100 പറ വൈഡൂര്യം, ഈശയിലണഞ്ഞാലോ ജീവിതമൊരാഘോഷം. താഴെ ശനിയൊഴിവായാൽ തലമീതെ വരകൾ ശരിയായാൽ തീരായി എഴുതി വേഗം ഈ ഭൂഗോളം വിലക്കെടുക്കാം. മോഹപ്പെട്ടം നൂലും പൊട്ടി നെഞ്ചം വിട്ട് പാറി പറന്നേ, നോട്ടം തെറ്റിപ്പെട്ടിയിലുള്ള പൊന്നും കട്ടി താഴെ പോവല്ലേ. അല്ല, ചോദിക്കാൻ മറന്നു, നിങ്ങളുടെ രണ്ടുപേരും പേരെന്താ? എന്റെ പേര് അഭിരാം. ഇത് വസുന്ധര. ഇത് ഞങ്ങളുടെ മക്കളാ, ഉണ്ണി, അനു, കീർത്തി. നല്ല ബ്യൂട്ടിഫുൾ ഫാമിലി. താങ്ക് യു. ചേട്ടൻ എന്ത് ജോലി ചെയ്യുന്നു? അറ്റ് പ്രസന്റ് ജോലിയൊന്നുമില്ല. ഇനി വേണം ജോലി അന്വേഷിക്കാൻ. ഞാനിവിടെ ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. ചേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടെ ഒരു ജോലി കിട്ടുമെന്ന് നോക്കാം. അല്ല, നിങ്ങളെ കണ്ടപ്പോൾ ഒരു വലിയ കുടുംബത്തിലെ ആളാണെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ഒരു ജോലി വളരെ അത്യാവശ്യമാണ്. ഞാൻ നിങ്ങളുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ നാളെ രാവിലെ ചേട്ടൻ എൻ്റെ കൂടെ ഫാക്ടറിയിലേക്ക് വാ. ഞാൻ ഓണറിനോട് സംസാരിച്ച് ഒരു ജോലി വാങ്ങിത്തരാൻ നോക്കാം. താങ്ക്സ് അലോട്ട്. ചേട്ടൻ ജോലി ഉറപ്പായിട്ടും കിട്ടും. എൻ്റെ ഈ പുതിയൊരു യൂണിഫോം ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തു തരാം. രാവിലെ അത് വിട്ട് റെഡി ആയിട്ടെങ്കിൽ പോരെ, നമുക്ക് നേരെ ഫാക്ടറിയിലേക്ക് പോയേക്കാം. താങ്ക്സ് അലോട്ട്. താങ്ക് യു സോ മച്ച് രവി. നിങ്ങൾ എന്തായാലും കഴിക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. പത്മ, ബാപ്പാ. ഒരു നിമിഷം നിക്കേട്ടാ, നിങ്ങളും ഇരിക്കേ, ഞാൻ വിളമ്പി തരാം. ഹേയ്, അത് കുഴപ്പമില്ല, ഞങ്ങള് പിന്നെ കഴിച്ചോളാം. ശരി, നിങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾ പോയിട്ട് വരാം. എങ്കിൽ ശരിയാണ്. ഓക്കെ, താങ്ക്സ് അലോട്ട്. താങ്ക് യു രവി. താങ്ക് യു പത്മ. ശരി ചേട്ടാ. എന്താ പറഞ്ഞേ? ഏട്ടൻ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നോ? ഇവന്റ്സ് ചെയ്താ പോരെ? അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് വസുന്ധര. ഇനി വീണ്ടും ഈവൻസിന്റെ ജോലി ഞാൻ ചെയ്യില്ല. ഏട്ടൻ എന്താ എങ്ങനെ പറയുന്നേ? ഇവന്റ്സ് ജോലി ചെയ്യുന്നതിൽ ഏട്ടന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ? ഏട്ടന്റെ പരിചയത്തിൽ എത്രയോ ക്ലയൻസ് ഉള്ളതാ. ആ ക്രെഡിറ്റ് എല്ലാം സംസ്കൃതി ഈവൻസിനുള്ളതാണ്. ആ സ്ഥാപനത്തിലെ ജോലി ഞാൻ വിട്ടുകഴിഞ്ഞു. ഇനി വീണ്ടും എന്തിനാ ഈവൻസ് ഒക്കെ? ഏട്ടൻ വലിയ മനസ്സുള്ള ആളാ. വന്ന് ഏതോ ഒരു ഫാക്ടറിയില് ഒരു തൊഴിലാളിയെ ജോലി ചെയ്യാൻ പോവാണോ? എത്രയോ പേർക്ക് ജോലി കൊടുത്ത ഏട്ടൻ വെറും ഒരു ജോലിക്കാരനായി മാറുകയാണോ? ഇപ്പൊ എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിയിരിക്കുക. 3 കുട്ടികളുടെ അച്ഛനും കൂടിയല്ലേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും വസുന്ധര. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ തന്നോട് ആദ്യമേ പറഞ്ഞില്ലേ വസുന്ധര. എന്തിനാ പിന്നെ വിഷമിക്കുന്നേ? പ്രാർത്ഥന പോലെ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടിയില്ലേ? നല്ല അയൽവാസികളെയും കിട്ടി. ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടേ? പല്ലക്കിൽ ഒരു രാജകുമാരനെ പോലെ വരേണ്ട ഏട്ടൻ ആ പല്ലക്ക് തന്നെ ചുമക്കുന്നു പറയുമ്പോ എനിക്ക് പിന്നെ വിഷമുണ്ടാവില്ലേ? പല്ലക്കിൽ യാത്ര ചെയ്യുന്നവനായാലും പല്ലക്ക് ചുമക്കുന്നവനായാലും അവൻ ചിന്തിക്കുന്നത് അവന്റെ ഭാര്യയും മക്കളെയും കുറിച്ചായിരിക്കും. ഇരിക്കെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഭാവനെ,
ഒരു കോഫി കൊണ്ടുവാ. എടുത്ത് എനിക്ക് ചായ മതി. എന്തോ പറ്റി ഒരു റെസ്പോൺസും ഇല്ലല്ലോ. സാധാരണ ദിവസം ഈ സമയത്ത് കൊണ്ടുവരുന്നില്ലേ? ഇന്ന് കേട്ടിട്ടും പ്രതികരണമൊന്നും കാണുന്നില്ലല്ലോ. കുറച്ച് ഉറക്കെ പറയേട്ടാ. ഭാവനെ, എടി ഭാവനെ, എന്താ കോഫി വേണോന്ന് പറഞ്ഞിട്ട് എന്താ നിനക്ക് ചെവി കേട്ടൂടെ? എനിക്കും അകലിന് ഓരോ കോഫി കൊണ്ടുവാ. ചായയും കോഫി ഇടാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. ക്ഷമയില്ലെന്ന് പറഞ്ഞാ ഞങ്ങൾ ഉണ്ടാക്കി കുടിക്കണമെന്നാണോ? കാർത്തിക ഉണ്ടല്ലോ, അവളോട് ചെന്ന് പറഞ്ഞാ പോരെ. ഇവക്കിപ്പോ അഹങ്കാരം ഇച്ചിരി കൂടിയിട്ടുണ്ട്. നീ കാർത്തിക ഒന്ന് വിളിക്കകിൽ. കാർത്തിക, കാർത്തിക. എന്താ അഖിൽ? ഏട്ടന് കോഫി, എനിക്ക് ചായയും വേണം. ആരോടാ നീ പറയുന്നേ? ഇവളോടോ? ഇവളുടെ കാര്യമാണെങ്കി വെള്ളം ചൂടാക്കാൻ പോലും അറിയില്ല, പിന്നാണോ കോഫിയും ചായയും? എന്നാ ഇളയമ ഉണ്ടാക്കിത്താ. ആ എടാ ഭാസ്കറെ, കോഫിയും ടീയും കുടിക്കുന്ന അല്ലാതെ ഞാനത് ഉണ്ടാക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? അല്ല, നിന്റെ ഭാര്യ എവിടെ പോയി? അവളെ കൊണ്ട് പറ്റില്ല പോലും. അയ്യോ, ഏട്ടത്തി ഇപ്പോഴേ സ്ട്രൈക്ക് തുടങ്ങിയോ? ബന്ധുക്കള് വീട് വിട്ടിറങ്ങിയതിന്റെ വിഷമാണോ എന്തോ? ഞങ്ങൾക്ക് കോഫിയും ചായ ആര് തരും? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോം. എന്താ സിസ്റ്റർ രാവിലെ തന്നെ? ഫാക്ടറി വാങ്ങാൻ പോകേണ്ടതല്ലേ? അല്ല, നിങ്ങളെന്താ ഇതുവരെ റെഡിയാവാത്തെ? ജോലിക്കാരെ പോലെ രാവിലെ തന്നെ ഫാക്ടറി പോയാ എങ്ങനെ ആന്റി ശരിയാവാ? ആ വലിയ മാറ്റാണല്ലോ വന്നത്. ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ടല്ലേ ആന്റി പോകേണ്ടത്. അപ്പോഴേ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് റെസ്പെക്ട് കിട്ടത്തുള്ളൂ. ഇപ്പൊ തന്നെ പ്രൊപ്പറേറ്റേഴ്സ് ലക്ഷണങ്ങളൊക്കെ വന്നല്ലോ. വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. അതുകൊണ്ട് എന്ത് പ്രയോജനം സിസ്റ്റർ? ഒരു കോഫിയും ചായ ഇട്ട് കൊടുക്കാൻ ഒരാളില്ല ഇവിടെ. ഡോണ്ട് വെരി സിസ്റ്റർ, ഞാനില്ലേ. ആരാ ആന്റി ഇവരെല്ലാവരും? ഇത് ഷെഫാണ്. 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്തോണ്ടിരുന്നതാ. റിസൈൻ ചെയ്യിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ പാചകം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. ഇവര് ഹൗസ് കീപ്പിംഗാ. അതിൽ ഇവര് മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുണ്ട്. അവൻ ഡ്രൈവറാ. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഇവൻ ഗാർഡനറായിട്ട് ജോലി ചെയ്യുക. ഇന്നു മുതൽ നിങ്ങൾ എന്തു പറഞ്ഞാലും ഇവര് ചെയ്തു തരും. വളരെ നല്ല കാര്യമായത്. അല്ലായിരുന്നെങ്കിൽ വീട്ടു ജോലിയും പാചകവും എല്ലാം എന്റെ തലയിലായനെ. നിന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്തത് ബേബി. കണ്ടില്ലേ അമ്മേ, പണം എങ്ങനെയൊക്കെ വേസ്റ്റ് ചെയ്യുന്നെന്ന്. 4 ജോലിക്കാരുടെ ആവശ്യമുണ്ട് ഇവിടെ. അമ്മയെങ്കിലും ഒന്ന് പറയേ. ഭാസ്കർ, അഖിൽ, നമ്മുടെ വീട്ടിൽ വേലക്കാരുടെ ആവശ്യമില്ല. അവരെ തിരിച്ചു പറഞ്ഞയക്കേ. ഇവര് ഭാവിയിലും വലിയ ബിസിനസ്മാൻമാരാകാനുള്ളതാ ചേച്ചി. ജോലിക്കാരൊക്കെ വേണം, എന്നാലേ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാവും. ഇത്രയും നാൾ വേലക്കാരും ഇല്ലാതെയാ ഈ വീട്ടിലെ കാര്യങ്ങൾ നടന്നത്. അത് മാത്രമല്ല, നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്താ എന്താ തെറ്റ്? അങ്ങനെയല്ല ചേച്ചി. കോടീശ്വരന്മാര് സ്വന്തം ജോലി സ്വന്തമായിട്ട് ചെയ്യാൻ പാടില്ല. എല്ലാ ജോലിയും ജോലിക്കാര് തന്നെ ചെയ്യണം. ആവശ്യമില്ലാതെ ഇവരെ തലയിലെടുത്ത് വെക്കാൻ നിൽക്കരുത്. നിലത്തൂടെ നടക്കുന്നതായിരിക്കും ഇവർക്ക് നല്ലത്. ഞങ്ങളെ ആരും എടുത്ത് തലയിൽ നിന്ന് വച്ചിട്ടില്ലമ്മേ. ഭിക്ഷക്കാരെ പോലെ എപ്പോഴും ഒരുപോലെ ജീവിക്കണമെന്നാണോ? ഞങ്ങൾ ആന്റി പറയുന്ന പോലെ കേക്കൂ. ഞങ്ങൾ വരുംകാല പ്രൊപ്പറേറ്റേഴ്സാ. അപ്പൊ ഇപ്പോഴേ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാ? ഏട്ടത്തിയൊക്കെ പഴയ കാലത്തെ ആൾക്കാരാ. ഏട്ടത്തിക്കെല്ലാം തെറ്റായിട്ടേ തോന്നു. വിനാശകാലെ വിപരീത ബുദ്ധിന്നാ. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്തോ. സ്വത്ത് മുഴുവൻ ധൂർത്തടിച്ച് കളയുന്നത് വരെ നിങ്ങൾക്ക് ഉറക്കം വരില്ലെന്നാ തോന്നുന്നേ. എന്താ അഖിൽ, നിന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നേ? സ്വന്തം ജോലി സ്വന്തമായിട്ട് ചെയ്യാൻ നമ്മളെന്താ ജോലിക്കാരാണോ? കോടീശ്വരന്മാരാ. നമുക്ക് എന്ത് കുറവാ ഉള്ളത്? എന്റെ അമ്മ പറയുന്നൊന്നും വിലക്കെടുക്കല്ലേ ആന്റി. അതൊന്നും കേക്കണ്ട. ഓക്കേ, നിങ്ങൾ പോയി വേഗം റെഡിയാവ്. നമുക്ക് ഫാക്ടറിയിലേക്ക് പോണം. കാർത്തികേ, ഇവരുടെ എല്ലാവരുടെയും സാലറി ഫിക്സ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കണം. നീ ആ ജോലി നോക്ക്. ഓക്കെ മോം. സിസ്റ്റർ,
ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. ഈ കാര്യമൊക്കെ എന്നെ ഏൽപ്പിച്ചാ മതി, ഞാൻ നോക്കിക്കോളാം. എന്താ എല്ലാരും നോക്കി നിൽക്കുന്നേ? വാ 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 വാ, വന്നേ വന്നേ. ഇവിടെ എല്ലാവരും സന്തോഷത്തിലാ കഴിയുന്നത്. പാവം അവിടുത്തെ സ്ഥിതി എന്തായിരിക്കോ? എന്താ ഏട്ടാ ഇപ്പോഴും സൈക്കിൾ തുടച്ചോണ്ടിരിക്കുവാണോ? വേഗം കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിട്ട് വരുമോ? അവർക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ളതാ. നീ നമുക്ക് വേണ്ടി ഉണ്ടാക്ക്, അവർക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട. എന്താ ഇങ്ങനെ പറയുന്നേ? അവരിന്നലെ വന്നല്ലേ ഉള്ളൂ. 2 ദിവസത്തേക്ക് നമുക്ക് അവരെ സഹായിച്ചൂടെ? അവർക്ക് നമ്മുടെ സഹായത്തിൽ വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു പത്മ. ഞാൻ രാവിലെ പാല് വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് പോയില്ലേ, അവിടെ വസുന്ധരേച്ചി ഉണ്ടായിരുന്നു. കടക്കാരന്റെ കയ്യിൽ വള പണയം വെച്ചിട്ടാ അവർ സാധനങ്ങൾ വാങ്ങിയത്. ഏട്ടാ ഏട്ടൻ പറഞ്ഞതൊക്കെ അവരുടെ ഭർത്താവ് കേട്ടുന്ന് തോന്നുന്നു. നോക്കിക്കേ, നിങ്ങളുടെ അച്ഛനും റെഡിയായി. നിങ്ങൾ വേഗം കഴിക്കുകയാണെങ്കിൽ അച്ഛൻ നിങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കും. ഇതാ കഴിക്ക്. എല്ലാവരും പോയി വാ കഴിക്കിട്ട് വേഗം വാ. വേഗം ചെല്ല്. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? അന്നാണെങ്കിൽ താൻ മോതിരം പണയം വെച്ചു, ഇന്ന് തന്റെ വളയും പണയം വെച്ചോ? അന്ന് ഏട്ടന്റെ റിങ് നമ്മൾ തിരിച്ചെടുത്തല്ലോ, അതുപോലെ ഏട്ടൻ ഈ വളയും തിരിച്ചെടുത്ത് തരുമല്ലോ. എപ്പോഴും ഓരോ സഹായത്തിന് വേണ്ടി അടുത്ത വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് അത്ര നല്ലതല്ലേ ഏട്ടാ. താങ്ക്സ് വസുന്ധര. എല്ലാരും എത്തിയോ? ശരി എന്നാ വാ. ബാഗിലെടുത്തോളൂ. സ്കൂൾ ബസ് വരുന്നിടത്ത് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യോച്ചാ? സ്കൂൾ ബസ് ഇതുവരെ ഒന്നും വരത്തില്ലാനോ? അപ്പൊ നമ്മൾ സ്കൂളിലേക്ക് എങ്ങനെ പോകും ചേട്ടാ? ഓട്ടോയിലാ പോകുന്നേ. ഇതാ ഏട്ടാ, ഓട്ടോക്കാരന് ഈ കാശ് കൊടുക്ക്. വേണ്ട മക്കളെ, എല്ലാരും പെട്ടെന്ന് വാ. രവി, ഫാക്ടറിയിൽ പോവാനായിട്ട് ഇനി എത്ര സമയമുണ്ട്? ഒരു അരമണിക്കൂറുണ്ട് ചേട്ടാ. രവി, തന്റെ സൈക്കിളും തരുമോ? എനിക്ക് മക്കളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനാ. അയ്യോ, അതിനെന്താ, പോയിട്ട് വാ. താങ്ക് യു രവി. ഉണ്ണി, നീ മുന്നിലിരിക്കേ, അനു കീർത്തി പുറകിലിരുന്നാ മതി. ഈ സൈക്കിളിലാണോ ഞങ്ങൾ സ്കൂളിൽ പോണ്ടേ? നമ്മൾ കാറിലല്ലേ അച്ഛാ പോകുന്നത്? സൈക്കിളിൽ പോകുന്നതും ശരിക്കും നല്ല രസമായിരിക്കും അനു. എന്ത് രസമാട്ടോ, അഴുക്കെല്ലാം നമ്മുടെ ഡ്രസ്സിലാവില്ലേ? കാറിൽ പോകുമ്പോ പോലും വിൻഡോ ഗ്ലാസ് താഴ്ത്തരുതെന്ന്, താഴ്ത്തിയാൽ അകത്ത് പൊടി വരുമെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്? അതെ, ഞങ്ങള് സൈക്കിളിലൊന്നും വരില്ല അച്ഛാ, പോയി കാറ് കൊണ്ടുപോവാ. പക്ഷെ നമ്മൾ ഇതുവരെ സൈക്കിളിൽ പോയിട്ടില്ലല്ലോ അനു. ഫ്രഷ് എയറിൽ പോകുന്നത് നല്ല രസമായിരിക്കും. സൈക്കിളിൽ റൈഡ് ചെയ്യുന്നത് നല്ല രസമാണ്. ഓക്കേ.
എന്റെ മാഡത്തിനോട് ചേച്ചിക്കൊരു ജോലി ഉണ്ടോന്ന് ചോദിച്ചു നോക്കാം. ഒരുപാട് താങ്ക്സ് ഉണ്ട്. എടാ ഭാസ്കരേ, കൊച്ചുമോനെ, ഇത് നിങ്ങൾ തന്നെയോ? നിങ്ങളെ കണ്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ആന്റി, ഞങ്ങളുടെ ഈ ഡ്രസ് ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. ഒരാൾ അംബാനിയെ പോലെയും വേറൊരാൾ അദാനിയെ പോലെയും ഉണ്ട്. എടുത്തി ഒന്ന് പുറത്തേക്ക് വാ. എടുത്തിയുടെ മക്കൾ എങ്ങനെയുണ്ടെന്നൊന്ന് വന്ന് നോക്കിയേ. അയ്യോ, നിങ്ങൾ എങ്ങനെ കാണുന്നതിന് എന്റെ 2 കണ്ണും പോരാതെ വരില്ലോ മക്കളെ. നിങ്ങൾക്ക് ആരുടെ കണ്ണ് തട്ടാതിരിക്കട്ടെ. കണ്ടില്ലേ എടുത്തിയുടെ മക്കള് കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് കോടീശ്വരന്മാരെ പോലെ നിക്കുന്നത് കണ്ടില്ലേ? എടി ഭാവനെ, നോക്കടി, നിന്റെ ഭർത്താവും അനിയനും എങ്ങനെ ഇരിക്കുന്നു നോക്ക്. അവക്ക് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് അത്ര ഇഷ്ടമല്ല ഇളയമ്മേ. ഈ അഹങ്കാരിക്ക് ഞാൻ തന്നെ അധികമാണ്. ഇതെല്ലാം നിങ്ങളുടെ ഗ്രേറ്റ്നസ് ആന്റി. ആന്റി മാത്രമാ ഞങ്ങൾ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ആന്റി ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ഒരിക്കലും ആവില്ലായിരുന്നു. എന്റെ അമ്മയും അച്ഛനും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഓഫീസില് വല്ല ക്ലർക്കോ പിയോണോ ഒക്കെ ആയി ജീവിതം തള്ളി നീക്കാൻ വിട്ടേനെ. ആന്റി ഉള്ളതുകൊണ്ടാ ഞങ്ങളുടെ സ്വപ്നമൊക്കെ യാഥാർത്ഥ്യമാവുന്നത്. താങ്ക് യു ആന്റി. എന്താടാ കൊച്ചുമോനെ, നിങ്ങളുടെ അമ്മ നിങ്ങളെ പറ്റി ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. പാവം ദുഃഖിച്ചകത്ത് കയറി പോയി. നിങ്ങളുടെ അച്ഛന്റെ കൂടെ പോവാതെ, അബിയുടെയും വസുവിന്റെ കൂടെ പോവാതെ നിങ്ങളെ കൂടെ നിൽക്കുമ്പോ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കാമോ? അവര് ഞങ്ങളെ വേദനിപ്പിക്കുന്ന വെച്ച് നോക്കിയാ ഇതൊക്കെ കുറച്ച് കുറവായളമ്മേ. അമ്മ നിങ്ങളെ എന്ത് വേദനപ്പെടുത്തിന്നാ പറയുന്നേ? അവസാനം അവരെയും കുറ്റപ്പെടുത്താൻ തുടങ്ങിയല്ലേ? അച്ഛനുള്ളപ്പോ നിങ്ങളിങ്ങനെ വേഷം കെട്ടി നിന്നിരുന്നെങ്കിൽ ഏതെങ്കിലും വയലിൽ കൊണ്ടുപോയി കോലം കെട്ടിച്ച് നിർത്തിയേനെ നിങ്ങളെ. എന്താടി ഓവറായിട്ട് സംസാരിക്കുന്നേ? ഞങ്ങളെന്താ പാടത്തെ കോലങ്ങളാണോ? ആ കോലത്തിന് എന്തിനാ നമ്മൾ വെറുതെ അപമാനിക്കുന്നേ? അങ്ങനെ വഴിക്ക് വാ. ഏടത്തി നമ്മളെ ആക്കിയിട്ടായിട്ടാ പോയത്. നമ്മളെ വയലിൽ കോലം വെക്കാൻ പോലും കൊള്ളാത്തവരെന്നാ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോയത്. ഡോണ്ട് വെറി അഖിൽ. നാളെ നിങ്ങൾ പ്രൊപ്പറേറ്റേഴ്സ് ആകുമ്പോ ഇന്ന് നിങ്ങളെ കളിയാക്കിയവർ തന്നെ പുകഴ്ത്തുകയും ചെയ്യും. അതേടാ, ഞാൻ റെഡി. എന്നാ നമുക്ക് പോയാലോ? പുറപ്പെടാം ബേബി, ടൈമായി. വരൂ സിസ്റ്റർ, പോവാം. നിങ്ങൾ എങ്ങോട്ടാ? ഫാക്ടറിയിലേക്ക്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ ഞങ്ങൾ പോകുന്നേ. അവിടെ നിങ്ങൾ എന്തിനാ? നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊന്നും അവിടെ വരാൻ പാടില്ല. ഇപ്പൊ ഇളയമ്മ പോയി വറുത്ത കടല കഴിക്കാൻ നോക്ക്. ഞങ്ങൾ പോയിട്ട് വരാവേ. വായിട്ടോ പോ. വാ ബേബി. ബൈ ആന്റി. പോമോ? അപ്പോ ഞാൻ ഭർത്താവില്ലാത്തവളാണ്, വിധവയെന്നല്ലേ അർത്ഥം? അതുകൊണ്ടല്ലേ എന്നെ കൂട്ടാത്തത്? എന്നെ ഒഴിവാക്കി പോവാണല്ലേ? നിങ്ങളൊന്നും നന്നാവില്ലടാ. നശിച്ചു പോകും, മുഴുവനായിട്ടും നശിച്ചു പോകും. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ. അദ്ദേഹമാ ഞങ്ങളുടെ യൂണിയൻ ലീഡർ ദാസേട്ടൻ. ഈ ഫാക്ടറിയിൽ എല്ലാവർക്കും ജോലി വാങ്ങിക്കൊടുക്കുന്ന അദ്ദേഹമാ. മാനേജ്മെന്റിന്റെ ആവശ്യം പോലും ഇല്ലാതെ ജോലി വാങ്ങിക്കൊടുക്കും. നമുക്ക് അങ്ങോട്ട് പോവാം. നമസ്കാരം ചേട്ടാ. എന്താ രവി, ഇന്ന് താൻ നേരത്തെ എത്തിയല്ലോ. ആരാ ഇയാള്?
ഈ ചേട്ടൻ്റെ പേര് അഭിരാമെന്ന. ഇദ്ദേഹത്തിന് നമ്മുടെ ഫാക്ടറിയിൽ ജോലി കൊടുക്കണം. ഇപ്പൊ ബുദ്ധിമുട്ടാ, വേക്കൻസി ഇല്ല. പ്ലീസ് ചേട്ടാ, ചേട്ടൻ ജോലി വാങ്ങി കൊടുക്കുന്ന വിശ്വാസത്തിൽ പുതിയ യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. ചേട്ടനെന്ന് വിചാരിച്ച് ഉറപ്പായിട്ട് നടക്കും. ഈ ചേട്ടൻ്റെ അവസ്ഥ വളരെ മോശമാണ്, പറ്റില്ലെന്ന് പറയില്ല ചേട്ടാ. നിങ്ങളെ കണ്ടിട്ട് ഒരു തൊഴിലാളിയുടെ ലുക്കൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഈ ജോലിയൊക്കെ വഴങ്ങുവോ? ഞാൻ ചെയ്യാം സാർ. വലിയ കുടുംബത്തിൽ നിന്ന് വന്നയാളാണെന്ന് തോന്നുന്നു. ഇവിടെ ആകെ ഉള്ളത് ലേബർ പണിയാണ്. നിങ്ങൾ എന്ത് ജോലി പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. നാളെ മുതൽ പുതിയ മാനേജ്മെന്റ് വരാൻ പോവാ. ഇന്ന് പഴയ മാനേജ്മെന്റുമായി ഒരു മീറ്റിംഗ് ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് ജോലി തരാൻ ബുദ്ധിമുട്ടാ.